ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് കാണുന്നത് രണ്ട്, അതായത് ഒന്ന് അത് GT പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റും ഇത് GT ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റും. അതായത് ഇത് 1 ലിറ്ററും അത് 1.5 ആണ്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആർക്കെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് ചിലർ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കിൻ്റെ അകത്ത്, എക്സ്റ്റീരിയർ ലുക്കിൻ്റെ അകത്ത് മാത്രം നോക്കി പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ രണ്ട് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റർലി ഡിഫറൻ്റ് ആണ് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട്. അത് 1.5 ആണ്, പവറിൻ്റെ കാര്യത്തിൽ എൻ്റർലി മാറ്റമുണ്ട്. ഈവൻ ഗിയർ ബോക്സ് ആണെങ്കിൽ അത് DSGയും ഇത് ടോർക്ക് കൺവേർട്ടർ മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പുറമേ ഉള്ള ലുക്കിൽ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആ ഒരു റെഡ് ബാഡ്ജിങ്, GTയുടെ ബാഡ്ജിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ GT ഈ ഒരു പ്ലസ് വേരിയൻ്റ് ആണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാം. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ 1 ലിറ്ററും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അതായത് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ GT ലൈൻ എന്നുള്ള ബാഡ്ജ് ഉണ്ടാവും. ഇതിനകത്തേക്ക് പോകുമ്പോൾ ഒരു റെഡ് GT എന്നുള്ള ബാഡ്ജാണ് ഉണ്ടാകുക. പിന്നെ റൂഫിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർട്ടിക്കുലർ വേരിയൻറ്റിൽ മാത്രം, അതായത് ഇപ്പോൾ ഇത് ഓണത്തിനായിട്ട് ഇറക്കിയ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രമാണ് റൂഫിൽ ബ്ലാക്ക് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ GT ലൈനിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് റൂഫ് വരുന്നില്ല. ഓക്കെ, ഓർ VVM രണ്ടിലും നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്.